കരിയിൽ എന്ന സ്ഥലത്തെക്കുറിച്ച് വല്ലതും അറിയോ? ഈ കാണുന്നതാണ് കരിയിൽ. നമ്മളിപ്പോൾ അവിടെ നിന്ന് വള്ളത്തിൽ ഇങ്ങനെ വന്നില്ലേ, ഇവിടെ തൊട്ട് ഇങ്ങോട്ട് കരിയിൽ വരും. കുമരകത്ത് അട്ടിപ്പീടിക, പിന്നെ കരിയിൽ. കരിയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുന്ന് കായലിലോട്ട് പോകാനായിട്ട് ഒരു ഇടത്തോടുണ്ട്. ഇങ്ങനെ ഇടത്തോട് കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലിലേക്ക് ചെല്ലും. അങ്ങനെ നമ്മളിവിടെ കരിയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തത്. ഓർക്കുന്നുണ്ടോ? അപ്പം നിങ്ങൾ വല്യപ്പച്ചായിട്ട് ഇങ്ങനെ കറങ്ങി നടന്നതും താറാവിനെ കൊണ്ട് ഇങ്ങനെ തെളിച്ച് ഇതിലൊക്കെ പോയ ഓർമ്മയുണ്ടോ? ഇതാണ് കരിയിൽ. അപ്പോൾ നമ്മൾ കുറേ ലൊക്കേഷൻസ് ഇങ്ങനെ നോക്കി നടന്നു. കുമരകം, ആലപ്പുഴ, കുറേ സ്ഥലങ്ങൾ നോക്കി. അങ്ങനെ കരിയിൽ വന്നപ്പോൾ കരിയിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇടത്തോടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ കായലിൻ്റെ വലിയൊരു രസമുള്ള സ്ഥലമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇടത്തോടുകളുണ്ട്. അപ്പോൾ ഇടത്തോടുകളിൽ ഇങ്ങനെ മരങ്ങളിങ്ങനെ വെള്ളത്തിലോട് ചാഞ്ഞ് നിൽക്കുന്നതും, അപ്പോൾ താറാവിനെ കൊണ്ടൊക്കെ നിങ്ങളിങ്ങനെ പോകുമ്പോഴേ ഇങ്ങനെ നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടെ ഒരു മാട് നമ്മളുണ്ടാക്കില്ലേ ആ ഭാഗത്ത്, അത് പൊളിച്ചു. അപ്പോൾ ആ മാട ഉണ്ടാക്കിയ സ്ഥലത്ത് നമ്മൾ രാവിലെ ചെന്നപ്പം നിറയെ കൊറ്റികളായിരുന്നില്ലേ അവിടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അന്ന് നമ്മൾ കൃഷി ചെയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ ആ പാടത്ത് വെള്ളം പറ്റിച്ച് കൃഷി തുടങ്ങുന്നതിന് മുമ്പുള്ള ആ വെള്ളം പറ്റിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൊറ്റുകൾ ഇങ്ങനെ വരും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും മീൻ പിടിക്കാനായിട്ട്. ഇങ്ങനെ നിറഞ്ഞുണ്ടാവും, പാടം നിറച്ച് കൊറ്റുകളായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ദേശാടന പക്ഷികളൊക്കെ വരുന്നു. അപ്പോൾ അതിലിങ്ങനെ മോൻ ചോദിക്കുന്നില്ലേ, ഈ പക്ഷികൾ ദേശാടന പക്ഷികൾ വന്ന് എല്ലാ കൊല്ലവും നമ്മൾ താറാവിനെ കൊണ്ട് വരുന്ന പോലെ തന്നെ ദേശാടന പക്ഷികളും എല്ലാ കൊല്ലവും വരും. അപ്പോൾ എല്ലാ തവണയും വരുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ലേ, നമ്മൾ വന്നില്ലെങ്കിൽ അവർ വരും എന്ന് പറയുന്നല്ലേ. പിന്നെ തൂക്കണാങ്കുരുവിയുടെ കൂട്, എന്താണ് ആ ഒരു കൊറ്റിയെ കാണിക്കുമ്പോൾ എന്താ പറയുന്നത്, വല്യപ്പച്ചായ പറയുന്നുണ്ടല്ലോ, എന്താണ് അതെന്താ വല്യപ്പച്ചായ എന്ന് ചോദിക്കുമ്പോൾ? കൊക്കെന്നും പറയും, വെളരെന്നും പറയും, മുണ്ടിന്നും പറയും. അതന്നെ. കുഞ്ഞിതുള്ള ചുവന്ന താമര ഇത് ആമ്പലുള്ള വലിയ പാടങ്ങളുണ്ടല്ലേ, നല്ല രസമാണ്. അപ്പോൾ കരിയിൽ കുമരകത്ത് അല്ലെങ്കിൽ കുട്ടനാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിലൊന്നാണ് കരിയിൽ. കരിയിലിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇപ്പം ആലപ്പുഴ ഭാഗത്തൊക്കെ മുഴുവൻ ഹൗസ് ബോട്ടുകളൊക്കെ അല്ലേ. ഇവിടെ ആണെങ്കിൽ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നുമില്ല. പിന്നെ ഏറ്റവും ഈ ഇടത്തോടുകളും ചാലുകളും പിന്നെ ഇങ്ങനെ വേമ്പനാട്ട് കായലിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. നല്ല നല്ല ഭംഗിയാണ്. ചുറ്റും എവിടെ നോക്കിയാലും ഇങ്ങനെ പച്ചപ്പും യാതൊരു പൊല്യൂഷനും ഇല്ലാതെ കുറച്ച് ബാക്കിയുള്ള സ്ഥലം കരിയിൽ. ഇവിടെ കരിയില. അപ്പോൾ കരിയിലിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഭംഗി വേമ്പനാട്ട് കായലിൻ്റെ അടുത്ത് ഇത്രയും ഭംഗിയുള്ള വേറെ സ്ഥലമില്ല. അതുപോലെ തന്നെ ഒരു കഥ എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഞാൻ ആദ്യം ആ കഥ എവിടെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ എവിടെ ചിത്രീകരിക്കാം എന്നിങ്ങനെ നോക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു അന്വേഷണമുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ താരങ്ങളുടെ പുറകെ പോകാതെ ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായവരെ, ഇപ്പം നിന്നെ ഇതിലെ കുട്ടപ്പായെ തിരഞ്ഞെടുത്തില്ലേ, അപ്പം കുട്ടപ്പായുടെ രൂപവും അല്ലെങ്കിൽ അതുപോലൊക്കെ കണ്ടാൽ തോന്നുന്ന ഒരു കുട്ടിയെ വേണം. അങ്ങനെയാണ് നിന്നെ തപ്പിയെടുത്തത്. അതുപോലെ ഈ കരിയിൽ വന്നപ്പോൾ നമുക്കൊരാൾ വേണം, അതായത് വല്യപ്പച്ചായി എന്നുള്ള കഥാപാത്രം ചെയ്യാൻ വേണ്ടി. വല്യപ്പച്ചായിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. എന്താണ് വല്യപ്പച്ചായിയുടെ മീശ, വല്യപ്പച്ചായി നന്നായിട്ട് വള്ളം തുഴഞ്ഞു പോകുന്നു, താറാവിനെ തെളിച്ചുകൊണ്ട് പോകുന്നു, കായലിൽ പോയി മീൻ പിടിക്കുന്നു. അങ്ങനെ എല്ലാ കായലുമായിട്ട് ഒരുപാട് അടുത്തറിയാവുന്ന ഒരാൾ വേണം അല്ലേ. വല്യപ്പച്ചായി നമ്മളെ ഒരു താറാവുകാരൻ നമ്മളെ മനസ്സിൽ തോന്നുന്നത് ഒരു രൂപമുണ്ടല്ലോ, അതിങ്ങനെ അന്വേഷിച്ച് ഈ ലൊക്കേഷനിലൂടെ ഇങ്ങനെ നമ്മൾ കരിയിലൂടെ പോകുമ്പോഴൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരാളെ കാണുമോ, അല്ലെങ്കിൽ ആ രൂപസാദൃശ്യം മനസ്സിലുള്ള ആ കഥാപാത്രമായിട്ട് ചേരുന്ന ഒരാളുണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ചാണ് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഈ ഇടത്തോട് കൂടെ പോയി
ഞാൻ പറഞ്ഞില്ലേ വേമ്പനാട്ട് കരിയിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ചാലുകളിലൂടെ ഇങ്ങനെ പോയി വേമ്പനാട്ട് കായലിലോട്ട് ഇങ്ങനെ ആ ഒരു വലിയൊരു തുറസായ സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഞങ്ങളിങ്ങനെ തിരിഞ്ഞു പോവാം. തിരിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ വേമ്പനാട്ട് കായലിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ദൂരെ നിന്ന് തുഴഞ്ഞു വരുന്നൊരു മീൻപിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. കാണുമ്പോൾ നമ്മുടെ കഥാപാത്രത്തിന് അനുയോജ്യമായ ഒരാൾ, വലിയ മീശയും. നമ്മൾ മനസ്സിലെന്താണോ ഒരു താറാവുകാരനെ മനസ്സിൽ കണ്ടത് അതേ രൂപമുള്ള ഒരാൾ വരുന്നത്. ബോട്ട് നിർത്താൻ പറഞ്ഞു, നിർത്തി. അപ്പം ഈ ഇരിക്കുന്ന ആളാണ്. ഇത് ഈ വള്ളം തുഴഞ്ഞൊന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ എന്താണ് അന്നേരം പെട്ടെന്ന് തോന്നി? ഞങ്ങൾ നിൽക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ എന്താ തോന്നിയത്? ഞാനോടത്ത് വല്ല കൊഞ്ചോ വല്ല മേടിക്കാനായിരിക്കും എന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ ഇത്രയും വലിയൊരു മീൻ പിടുത്താന്ന് വിചാരിച്ചില്ലല്ലോ. അല്ല, മീൻ പിടുത്തമല്ല. സാധാരണ മീൻ പിടിക്കാൻ പോകുമ്പം ഇപ്പം നമ്മളൊരാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ കടയിൽ നമ്മൾ ചെല്ലും എന്നോർത്തിരിക്കും അവർ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ കൊടുത്താൽ 100 രൂപ അല്ല 500 രൂപ കിട്ടുന്ന നേരത്ത് 600 രൂപ കിട്ടും. അത് ഒരു ദിവസമേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്ന ആളിൻ്റെ കടയിൽ വരുമ്പം ചോദിക്കും ഒന്നും കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ നമ്മൾ നുണ പറയണം. അപ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കാൻ വാങ്ങുന്നവരുണ്ട്. നമ്മൾ ചെന്ന് കടയിലെടുത്താൽ ഉടനെ അവർ തൂക്കിയെടുത്തോളും, കാശ് തന്നോളൂ. ഞങ്ങൾ ചോദിച്ചാൽ തരില്ല. പക്ഷെ ചേട്ടൻ നിർത്തി അല്ലേ? ഞാൻ നിർത്തിയതെന്നു ചോദിച്ചാൽ എനിക്കത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കൊടുക്കുന്ന ആ കടക്കാരന് മാത്രമേ കൊടുക്കാവുള്ളൂ. പുറത്ത് കൊടുത്തിട്ട് ഇത് കൂടുതൽ കാശ് മേടിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നുണ പറയുന്ന ആരോടാണെന്നറിയോ? ഉടയതമ്പരോടായിരിക്കും. അപ്പോൾ ഞങ്ങൾ നിർത്താൻ പറഞ്ഞു. ചേട്ടൻ്റെ അടുത്ത് വന്ന് ഞാൻ ആദ്യം ചോദിച്ചെന്താ, ചേട്ടാ ഈ സിനിമയിൽ അഭിനയിക്കുമെന്ന് ചോദിച്ചല്ലേ? അപ്പോൾ എന്താ ചേട്ടൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞു ഞാൻ സിനിമ കാണാറുമില്ല, ഞാനോട്ട് പോയിട്ടുമില്ലെന്നാണ് പറഞ്ഞു. അപ്പം കാശ് കിട്ടുകയാണ് അഭിനയിക്കാം. കാശ് കിട്ടുവാണെങ്കിൽ അത് പറഞ്ഞു. പിന്നെ ചോദിച്ചത് ഈ മീശ വെട്ടുമെന്ന് ചോദിച്ചു അല്ലേ? ഇല്ലെന്നും പറഞ്ഞു. ഇല്ല, ഞാൻ ചാകണമെന്ന് പറഞ്ഞു. ഞാൻ മീശ വെട്ടണമെങ്കിൽ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ അത് റെക്കോർഡ് ചെയ്തുണ്ട് ഞങ്ങളുടെ കയ്യിൽ. ആണോ? അന്ന് ചേട്ടൻ വേമ്പനാട്ട് കായലിൽ ചേട്ടൻ പറഞ്ഞ കാര്യം മുഴുവൻ ചേട്ടൻ കംപ്ലീറ്റ്. പിന്നെ അതിന് കൂടെ നമ്മുടെ ആർട്ട് ഡയറക്ടറും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൂടെ ഉണ്ടായിരുന്നല്ലോ. അവരിങ്ങനെ ഞങ്ങൾ പോകുന്നതും ചേട്ടന് വേമ്പനാട്ട് കായലും ചേട്ടൻ ഇങ്ങനെ വരുന്നതും ഞങ്ങൾ നിർത്താൻ പറഞ്ഞ് തുഴഞ്ഞ് ചേട്ടൻ നിർത്തി ഞങ്ങൾ അടുത്ത് പോയി ചേട്ടനെ പിടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അത് കഴിഞ്ഞിപ്പം ചേട്ടൻ ഒറ്റാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസൻ ചേട്ടനായി. കമരകത്ത് എവിടെ പോയാലും കരിയിൽ പോയാലും ഏതാ മീശ നമ്മുടെ ഒറ്റാലിലെ നായകനോ? അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ചേട്ടൻ അന്ന് നമ്മൾ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ആ കായലിൽ വെച്ച് ചേട്ടൻ അന്ന് സ്ഥിരമായിട്ട് കായലിൽ മീൻ പിടിക്കാൻ പോയി രാത്രി മുഴുവൻ കായലിൽ കിടന്ന് മീനുമായിട്ട് തിരിച്ചു വരുന്നു. അന്ന് കുറച്ച് നേരത്തെ വന്നു അല്ലേ? എന്തോ കാരണല്ലേ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടില്ല വരാം. വീശാൻ മേലാഞ്ഞു. ആണോ? നടുവേദനയും കൈയുടെ പുരം പൊങ്ങാതെ വീശാൻ പോരുമായിരുന്നു. അപ്പം ഞാൻ കൂട്ടത്തിലുള്ളവർ പറയാൻ പോകുന്നത് ഞാൻ തോട്ടിക്കറി കിടക്കാം, നിങ്ങൾ വന്നിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് കിടക്കുമ്പോഴാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഒരു ആ സമയം എന്ന് പറഞ്ഞാൽ അന്ന് മേലാഴിയെ വന്നില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കാണത്തില്ല, നമ്മൾ തമ്മിൽ കാണത്തില്ല. താറയിലെ വരും പോവും. അപ്പം ഞാൻ പുറയിലാണെങ്കിൽ എന്നെ കാണത്തില്ല. അപ്പോൾ ഈശ്വരൻ്റെ സ്വാധീനത്തിൽ എന്നെ തിരക്കുകയാണെന്ന് എന്നെ തന്നെ കാണണം. അതാണ് അപ്പം എനിക്ക് അവിടെ ഇപ്പം ഞാൻ സിനിമയിൽ കഥാപാത്രങ്ങളെ അന്വേഷിച്ച് പോകുമ്പോൾ ആ സിനിമയിൽ അഭിനയിക്കേണ്ടവർ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരും. ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ സ്ഥലം നമ്മളെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൂടാതെ ദൈവത്തിൻ്റെ ഒരു എന്താണ് നമുക്ക് വഴി കാണിച്ചു തരുന്നൊരു നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ വാസവൻ ചേട്ടൻ വരും, കുട്ടപ്പായി വരും, സ്ഥലങ്ങൾ വരും, എല്ലാ ഭംഗിയും വരും. അപ്പോൾ ഈ സിനിമ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും അംഗീകാരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോൾ അപ്പം നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. നമ്മളതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇങ്ങനെ പോകുന്ന വഴികളിൽ ഓരോന്നോരോന്നായിട്ട് വന്നു ചേരുകയാണ്. കാരണം നമ്മൾ താറാവിനെ കൊണ്ട് കുറേ അധികം താറാവുകളെ കൊണ്ട് ഷൂട്ട് ചെയ്തു. അത് 2 ദിവസം കഴിഞ്ഞ് താറാവുകൾ മുഴുവൻ കൂട്ടത്തോടെ ചാകുന്ന അല്ലേ ഒരു അവസ്ഥ വന്നു. അപ്പം പിന്നെ അന്ന് ഇത് എന്താണ് ബേർഡ് ഫ്ലൂ വന്നിട്ട് കുറേ താറാവുകൾ ചതില്ല. നമ്മുടെ താറാവുകളൊന്നും ചതില്ല, കാരണം അതിനെ നേരത്തെ നമ്മൾ കൊടുത്തു വിട്ടല്ലോ. അതിന് കുറേ താറാവുകൾ ചെയ്തു തന്നു.